ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇന്ത്യക്കായി വ്യോമാതിർത്തി തുറന്ന ഇറാൻ 1000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കും. 2 ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികളെ ദില്ലിയിൽ എത്തിക്കും. സ്വാതിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സ്വാതി, കഴിഞ്ഞ ദിവസം അർമേനിയയിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ എത്തിച്ചിരുന്നു. ഇപ്പോഴിതാ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഇറാൻ വ്യോമാതിർത്തി തുറന്നിരിക്കുന്നു. കൂടുതൽ കുട്ടികളെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. വിവരങ്ങൾ. ഭദ്ര, ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പൗരന്മാരെ, വിദ്യാർത്ഥികളടക്കമുള്ള പൗരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ശക്തമാവുക. അതിനായുള്ള നടപടികൾ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഇറാൻ വ്യോമാതിർത്തി, അതായത് ഈ സംഘർഷത്തിന് പിന്നാലെ തന്നെ അടച്ചിട്ടിരുന്ന അന്താരാഷ്ട്ര വ്യോമാതിർത്തി ഇന്ത്യയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുകയാണ്. എന്തായാലും 1000-ഓളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഈ സർക്കാരിന്റെയൊക്കെയും ഇടപെടലിന്റെ ഭാഗമായി തന്നെ 1000-ഓളം വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് ഘട്ടം ഘട്ടമായി തന്നെ ഇക്കാര്യം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കുന്ന നടപടികൾ പൂർത്തീകരിക്കും. ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് 11 മണിയോടുകൂടി, രാത്രി 11 മണിയോടുകൂടി ആദ്യ സംഘം, വിദ്യാർത്ഥികളുടെ സംഘം ദില്ലിയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് സംഘങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും മറ്റ് സംഘങ്ങൾ എന്തായാലും ദില്ലിയിലേക്ക് തിരിക്കുക. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വ്യോമാതിർത്തി അടച്ചതിന്റെ ഭാഗമായി തന്നെ ഇറാനിൽ നിന്നും കരമാർഗം അർമേനിയയിൽ എത്തിച്ച സംഘത്തെയായിരുന്നു ആദ്യം 110-ഓളം വരുന്ന വിദ്യാർത്ഥികളെയായിരുന്നു ദില്ലിയിൽ എത്തിച്ചിരുന്നത്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അടുത്ത സംഘങ്ങളെയും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നത്.